PSC ബുള്ളറ്റിൻ ജൂലൈ 1, 2024. സമകാലികം. ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡെക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സ്രഷ്ടാക്കളിൽ ഒരാളായ ഫ്രാങ്ക് ഡെക്വർത്ത് അന്തരിച്ചു. ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡെക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സ്രഷ്ടാക്കളിൽ ഒരാളാണ് ഫ്രാങ്ക് ഡെക്വർത്ത്. അദ്ദേഹം അന്തരിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളർ ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളർ ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി എസ്റ്റോണിയൻ താരം സാഹിൽ ചൗഹാൻ 27 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം സാഹിൽ ചൗഹാൻ എത്ര പന്തിലാണ് സെഞ്ചുറി തികച്ചത്? 27 പന്തിൽ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി എസ്റ്റോണിയൻ താരം സാഹിൽ ചൗഹാൻ. ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ന്യൂസിലൻഡ് പേസ് ബൗളർ ട്രെൻറ്റ് ബോൾട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ന്യൂസിലാൻഡ് പേസ് ബൗളർ ട്രെൻറ്റ് ബോൾട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലാൻഡിൻ്റെ ലോക്കി ഫെർഗൂസന് പുതിയ ലോക റെക്കോർഡ്. 24 പന്തിൽ 1 റൺസ് പോലും വഴങ്ങാതെ 3 വിക്കറ്റ് നേടിയ ഫെർഗൂസൺ ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാകുന്ന ആദ്യ ബൗളറായി. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലാൻഡിൻ്റെ ലോക്കി ഫെർഗൂസന് പുതിയ ലോക റെക്കോർഡ്. 24 പന്തിൽ 1 റൺസ് പോലും വഴങ്ങാതെ 3 വിക്കറ്റ് നേടിയ ഫെർഗൂസൺ ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാകുന്ന ആദ്യ ബൗളറായി. അപ്പോൾ ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാകുന്ന ആദ്യ ബൗളർ ആരാണ്? ന്യൂസിലൻഡിൻ്റെ ലോക്കി ഫെർഗൂസൺ. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിൻ്റെ ലോക്കി ഫെർഗൂസന് പുതിയ ലോക റെക്കോർഡ്. എത്ര പന്തിലാണ്? 24 പന്ത്, അതായത് 4 ഓവർ. 24 പന്തിൽ 1 റൺസ് പോലും വഴങ്ങാതെ 3 വിക്കറ്റ് നേടിയ അദ്ദേഹം. KP രാമനുണ്ണിക്കും V ഷിനിലാലിനും ജിൻഷാ ഗംഗയ്ക്കും OV വിജയൻ പുരസ്കാരം. OV വിജയൻ പുരസ്കാരം നേടിയത് ആരൊക്കെയാണ്? KP രാമനുണ്ണി, V ഷിനിലാൽ, ജിൻഷാ ഗംഗ. OV വിജയൻ പുരസ്കാരം KP രാമനുണ്ണിക്കും V ഷിനിലാലിനും ജിൻഷാ ഗംഗയ്ക്കും ലഭിച്ചു. സിറിൽ റാമഫോസ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2018 റാമഫോസ ആദ്യം അധികാരത്തിലേറിയത്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സിറിൽ റാമഫോസ. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് സിറിൽ റാമഫോസ. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ഫിൻലാൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ 85.7 മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണം നേടി. ഫിൻലാൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ 85.7 മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണം നേടി. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരം കോഴിക്കോട്. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി ഇറ്റലിയിലെ പഗ്ലിയയിൽ ആരംഭിച്ചു. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് G7 അംഗങ്ങൾ. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ G7 അതിൻ്റെ ഉച്ചകോടി ഇറ്റലിയിലെ പിഗ്ലയിൽ
ആരംഭിച്ചു. പിഗ്ലിയ. അരുന്ധതി റോയ്ക്ക് പെൻ പിൻഡർ പുരസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നൊബേൽ ജേതാവായ എഴുത്തുകാരൻ ഹാരോൾഡ് വിൻഡറുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം. അരുന്ധതി റോയ്ക്ക് പെൻ പിൻഡർ പുരസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നൊബേൽ ജേതാവായ എഴുത്തുകാരൻ ഹാരോൾഡ് വിൻഡറുടെ പേരിൽ നൽകുന്നതാണ് പുരസ്കാരം. അരുന്ധതി റോയ്ക്ക് പെൻ പിൻഡർ പുരസ്കാരം. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമീനിയയും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങൾ അയർലൻഡ്, നോർവേ, സ്പെയിൻ, അർമീനിയ. ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 6-ാം സ്ഥാനം. ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6. നീറ്റ് UGC നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ISRO ചെയർമാൻ കെ രാധാകൃഷ്ണൻ നയിക്കും. നീറ്റ് UGC നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസികളുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ISRO ചെയർമാൻ കെ രാധാകൃഷ്ണൻ നയിക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാൻ പുരസ്കാരം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ വൈസ് ചാൻസലറും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ KG പൗലോസിന് ലഭിച്ചു. 1,00,000 രൂപയാണ് സമ്മാനത്തുക. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ഭാഷാ സമ്മാൻ പുരസ്കാരം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസിന്. 18-ാം ലോകസഭയുടെ പ്രോടേം സ്പീക്കറായി ഭർതൃഹരി മേഹ്താബ് നിയമിതനായി. 18-ാം ലോകസഭയുടെ പ്രോടേം സ്പീക്കറായി നിയമിതനായത് ഭർതൃഹരി മേഹ്താബ്. ഓം ബിർള ലോകസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബൽറാം താക്കർക്ക് ശേഷം തുടർച്ചയായ 2-ാം വട്ടവും സ്പീക്കറാകുന്ന വ്യക്തി കൂടെയാണ് അദ്ദേഹം. അപ്പോൾ കഴിഞ്ഞ തവണ ഓം ബിർള തന്നെ ആയിരുന്നു സ്പീക്കർ. ബൽറാം താക്കർക്ക് ശേഷം തുടർച്ചയായ 2-ാം വട്ടവും സ്പീക്കറാകുന്ന വ്യക്തിയാണ് ഓം ബിർള. അപ്പോൾ പ്രോടേം സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഭർതൃഹരി മേഹ്താബ്. സ്ഥിരമായിട്ടുള്ള സ്പീക്കർ ഓം ബിർള. രാഹുൽ ഗാന്ധിയെ 18-ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. 18-ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മാനന്തവാടി MLA ആയ OR കേളുവാണ് പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണൻ്റെ ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി മാനന്തവാടി MLA ആയ OR കേളു. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പേമ ഖണ്ഡു അധികാരമേറ്റു. തമ്പിൻ്റെ കഥാകാരൻ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു. തമ്പിൻ്റെ കഥാകാരൻ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു. കൊൽക്കത്തയുടെ ചരിത്രകാരൻ P. തങ്കപ്പൻ നായർ അന്തരിച്ചു. കൊൽക്കത്തയുടെ ചരിത്രകാരൻ P. തങ്കപ്പൻ നായർ അന്തരിച്ചു. വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സദർലാൻഡ് അന്തരിച്ചു. വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സദർലാൻഡ് അന്തരിച്ചു.